السلام عليكم ورحمة الله وبركاته. الحمد لله الواحد الأحد الذي بنعمته تتم الصالحات وبمنه وكرمه تنزل الخيرات والبركات. نحمده سبحانه وتعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعاذني الله وإياكم من النار. ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له. عباد الله أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. شهر رمضان الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان فمن شهد منكم الشهر فليصم ومن كان مريضا أو على سفر فعدة من أيام أخر يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അള്ളാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും
ദുനിയാവിലെ ജീവിതത്തിൽ അനുഭവിക്കാനും ആസ്വദിക്കാനും പരലോകത്ത് സ്വർഗം പ്രതിഫലമായി ഏറ്റുവാങ്ങാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ പുണ്യകരമായ ഈ ദിനത്തിൽ അള്ളാഹുവിന്റെ വിളിക്കുത്തരം ചെയ്ത് വ്രതാനുഷ്ഠാനത്തോടെ അള്ളാഹുവിന്റെ ഭവനത്തിൽ നമ്മളിങ്ങനെ ഒരുമിച്ച് ചേർന്നതിന് അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുകയും അതിമഹത്തായ പ്രതിഫലങ്ങൾ പുണ്യങ്ങൾ ഇഹപര ജീവിതങ്ങളിൽ പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുകയും തുണക്കുകയും ചെയ്യുമാറാകട്ടെ. റമദാനിന്റെ സവിശേഷമായ ഈ സന്ദർഭങ്ങളിൽ കാരുണ്യവാനായ നാഥനോട് പാപമോചനത്തിനടക്കം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അള്ളാഹു കബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ സവിശേഷമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു മാസം പരിശുദ്ധ റമദാൻ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. നമ്മൾ കൊതിച്ചതുപോലെ, നമ്മൾ ആഗ്രഹിച്ചതുപോലെ, നമ്മൾ പ്രാർത്ഥിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി വിശുദ്ധ റമദാനെ കൊള്ളുവാൻ, വരവേൽക്കുവാൻ, അതിന്റെ ദിനരാത്രങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആയുസ്സിൽ നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. ഈ മഹാസൗഭാഗ്യത്തിന് നമ്മളെല്ലാവരും അള്ളാഹുവോട് അതിയായി കടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ സന്ദർഭം അള്ളാഹുവിനുള്ള സ്തുതികളിൽ, അള്ളാഹുവിനുള്ള നന്ദി അർപ്പിക്കലിൽ മുഴുകേണ്ടുന്ന സമയമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാണ് അവൻ ചെയ്തു തന്ന സകല അനുഗ്രഹങ്ങളിലും അവന് മാത്രമാണ് സർവസ്തുതിയും. റമദാൻ ഇങ്ങനെ ജീവിതത്തിലേക്ക് ആഗതമാകുമ്പോൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പേരെടുത്ത് പറഞ്ഞ് സവിശേഷമായി പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരേ ഒരു മാസമാണ് ഷഹ്റു റമദാൻ, റമദാൻ മാസം എന്ന് പറയുന്നത്. ആ മാസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത് الذي أنزل فيه القرآن هدى للناس وبينات من الهدى والفرقان എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം അങ്ങനെയുള്ള റമദാൻ മാസം എന്നാണ് ആ പരിചയപ്പെടുത്തൽ. ഖുർആനാകട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അവതരിപ്പിച്ചു തന്നിട്ടുള്ളത് ഹുദൽ ലിന്നാസ്, സകല ജനങ്ങൾക്കുമുള്ള വഴികാട്ടിയായിട്ടാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, കേവലം ചില പൊതുവായ വഴികാട്ടലുകളല്ല, മറിച്ച് മനുഷ്യ ജീവിതത്തിന്റെ സൂക്ഷ്മ തലങ്ങളിലേക്കുള്ള വഴികാണിക്കലിന്റെ എല്ലാ വിശദാംശങ്ങളോടും കൂടി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആൻ. ആ ഖുർആൻ അവതീർണമായ മാസം ഷഹ്റു റമദാൻ. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനത്തിന്റെ ഉരകല്ലായി വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം വിശുദ്ധ റമദാൻ. അങ്ങനെയാണ് ഖുർആൻ ആ മാസത്തെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെ പരിചയപ്പെടുത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആഹ്വാനം ചെയ്യുന്ന, നമ്മളോട് കൽപ്പിക്കുന്ന കാര്യമാണ് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. ആരെങ്കിലും അങ്ങനെയുള്ള ആ മാസത്തിന് സാക്ഷിയായാൽ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളണം എന്നുള്ളത്.
അഥവാ വിശുദ്ധ ഖുർആൻ അവതീർണമായതുകൊണ്ടാണ് റമദാൻ മാസത്തിന്റെ പുണ്യങ്ങളൊക്കെയും എന്ന് പറയുകയും ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ഹാജറുള്ളവൻ അഥവാ ആയുസ് കൊണ്ട് ഹാജറുള്ളവനൊക്കെയും നോമ്പനുഷ്ഠിക്കണമെന്ന കൽപ്പനയുള്ളത് എന്നുമാണ് ആ ആയത്ത് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഖുർആൻ കാരണമായിട്ടാണ് റമദാനിന്റെ പുണ്യങ്ങളൊക്കെയും. റമദാനിൽ സവിശേഷമായ ദിനരാത്രങ്ങളുടെ പുണ്യങ്ങളൊക്കെയും അങ്ങനെയാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ഒരു രാവ് ഈ മാസത്തിലുണ്ട് എന്നത് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. ആ രാവിന്റെ പ്രത്യേകത എന്താണ് എന്നും വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. പക്ഷെ എന്തുകൊണ്ട് ലൈലത്തുൽ ഖദർ, എന്തുകൊണ്ട് റമദാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി ഒറ്റൊന്നാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവായതുകൊണ്ടാണ് ലൈലത്തുൽ ഖദറിന് ഈ പുണ്യങ്ങളൊക്കെയും. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ടാണ് റമദാനിന് ഈ പുണ്യങ്ങളൊക്കെയും ഉള്ളത് എന്നാണ് അതിന്റെ മറുപടി. മനുഷ്യന് അവന്റെ ജീവിത വിജയത്തിന്റെ അടിസ്ഥാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. ഈ വിശുദ്ധ ഖുർആനോട് നമ്മൾ എടുക്കുന്ന സമീപനത്തെ ആശ്രയിച്ചാണ് ഇഹപര ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ മൊത്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വിജയപരാജയങ്ങൾ കുടികൊള്ളുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എന്തുകൊണ്ട് ലൈലത്തുൽ ഖദറിന് അങ്ങനെ ഒരു പേര് വന്നു, വിധി നിർണയ രാവ് എന്ന പേര് വന്നു എന്ന ചർച്ചയിൽ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത് അത് മനുഷ്യന്റെ വിധി നിർണയിക്കുന്ന രാവാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാവായതുകൊണ്ട് തന്നെ ഏതൊരു മനുഷ്യന്റെയും ഖുർആന്റെ അവതരണത്തിന് ശേഷം ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഏത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ ലൈലത്തുൽ ഖദറിൽ അവതീർണമായ ആ വിശുദ്ധ ഖുർആനോട് അയാൾ എന്ത് സമീപനമാണ് സ്വീകരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അയാളുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങൾ കുടികൊള്ളുന്നത്. ആ വിശുദ്ധ ഖുർആനോട് ശരിയായ സമീപനം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവർ വിജയം വരിക്കുകയും ആ വിശുദ്ധ ഖുർആനെ തള്ളിക്കളയുകയോ അതിനോട് അവഗണനാപൂർണമായ സമീപനം സ്വീകരിക്കുകയോ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിധി നിർണയിക്കപ്പെട്ടത് ആ വിശുദ്ധ ഖുർആന്റെ അവതരണം നടന്ന ആ രാവിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ലൈലത്തുൽ ഖദർ എന്ന് അത് ആ രാവിലെ പേര് വിളിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ അത്ര ഖുർആനിന്റെ ഒരു പുണ്യം കൊണ്ടാണ് പരിശുദ്ധ റമദാനിനെ ഈ പുണ്യം കൈവരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റമദാനുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഷ്ഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യതകളൊക്കെയും വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് നിർവഹിക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു പോകുന്നില്ല. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നതിന് പകരമായി അള്ളാഹുവോട് തിരിച്ച് മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടുന്ന നന്ദി പ്രകടനം എങ്ങനെയാണ് എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് അത് വ്രതാനുഷ്ഠാനത്തിലൂടെയാണ്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഹാജറുള്ളവരൊക്കെയും നോമ്പനുഷ്ഠിക്കണം എന്നതാണ് അള്ളാഹുവിന്റെ നിർബന്ധമായ കൽപ്പന. ആ നോമ്പനുഷ്ഠാനത്തിന്റെ വിശദാംശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ നോമ്പാണ് നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കർമ്മശാസ്ത്രപരമായി ബാഹ്യമായ ഒരു തലമുള്ളതുപോലെ തന്നെ ആത്മീയമായി ഈ നോമ്പിന് വളരെ വിശാലതയുള്ള അല്ലെങ്കിൽ വളരെ പ്രാധാന്യമുള്ള തലങ്ങളുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. കേവലം ഭൗതികമായ അർത്ഥത്തിൽ അല്ലെങ്കിൽ കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ അഥവാ സുബ്ഹ് നമസ്കാരത്തിന്റെ സമയം മുതൽ മഗ്രിബ് നമസ്കാരത്തിന്റെ മഗ്രിബ് ബാങ്കിന്റെ സമയം വരെയുള്ള സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ, ലൈംഗിക വൃത്തി അടക്കം നോമ്പ് മുറിക്കുന്ന സകല കാര്യങ്ങളിൽ നിന്നും ഒരാൾ വിട്ടുനിൽക്കുന്നതിനെയാണ് കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിൽ നോമ്പെന്ന് പറയുന്നത്. ഈ നോമ്പ് കർമ്മശാസ്ത്രത്തിന്റെ ഭാഷയിലുള്ള ഈ നോമ്പിനപ്പുറത്ത് നോമ്പിന് കുറെ ആന്തരികമായ തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല നോമ്പ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. മല്ലം യദാ ഖൗല സൂരി വൽ അമല ബിഹി
ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു എന്നത് ദീനിലെ വളരെ പ്രസിദ്ധമായ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ്. നമ്മുടെ കാലത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആഴത്തിൽ നമ്മൾ ആത്മവിമർശനം നടത്തി പരിശോധിക്കേണ്ടുന്ന പ്രവാചക വചനമാണിത്. നോമ്പ് കാലത്ത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമേ റിസ്ക്കുള്ള കാര്യമല്ല എന്നത് നമ്മൾ ഒരു 6 നോമ്പനുഭവത്തിലൂടെ ഒരു 6ാമത്തെ നോമ്പിലേക്ക് വരുമ്പോൾ നമുക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അതൊരു വലിയ ആനക്കാര്യമൊന്നുമല്ല. പകൽ സമയത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭക്ഷണവും പാനീയങ്ങൾ ഉപേക്ഷിച്ചിരിക്കുക എന്ന് പറയുന്നത് വലിയ റിസ്ക്കുള്ള ഒരു കാര്യമൊന്നുമല്ല എന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതേസമയത്ത് റസൂൽ പഠിപ്പിച്ച നോമ്പിന്റെ വ്യവസ്ഥകളിലുള്ള കാര്യങ്ങൾ പാലിക്കുവാൻ നമുക്ക് സാധ്യമാകുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതില് വളരെ സിമ്പിളായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങളങ്ങനെ വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിനതുകൊണ്ട് അള്ളാഹുവിന് ഒരു കാര്യവുമില്ല. അല്ലെങ്കിൽ നിങ്ങളങ്ങനെ വെറുതെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കേണ്ട ഒരാവശ്യവുമില്ല. എങ്ങനെയാണെങ്കിൽ നിങ്ങൾ കള്ളവചനങ്ങൾ മല്ലം യദാ ഖൗല സൂരി വൽ അമല ബിഹി, കള്ളവചനങ്ങളും പൊയ്വാക്കുകളും ആ കള്ളങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തികളും നിങ്ങൾക്ക് ഉപേക്ഷിക്കാനാകുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അള്ളാഹ് അതിന്റെ ഒരു ആവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ കാലത്ത് കള്ളങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള കാര്യമാണ്. വളരെ ശ്രദ്ധിച്ചാൽ മാത്രം, ജാഗ്രതപ്പെട്ടാൽ മാത്രം കഴിയുന്ന കാര്യമാണ്. എന്ന് മാത്രമല്ല, ജാഗ്രതപ്പെട്ടാൽ പോലും നമ്മൾ അറിയാതെ നമ്മളിൽ കള്ളങ്ങൾ സ്വാധീനം ചെലുത്തുന്ന വിധത്തിലുള്ള മീഡിയകൾ നമ്മുടെ ജീവിതത്തിൽ നിത്യോപയോഗത്തിലുള്ള കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളം കേൾക്കണ്ട എന്ന് വിചാരിച്ചാൽ സാധ്യമാകാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളം കേൾക്കേണ്ടതില്ല, കള്ളം വിശ്വസിക്കേണ്ടതില്ല എന്ന് കരുതിയാൽ അതിന് സാധ്യമാകാത്ത കാലത്താണ്, മീഡിയ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളം പ്രചരിപ്പിക്കേണ്ടതില്ല എന്ന് നമ്മൾ തീരുമാനിച്ചാൽ പോലും പ്രായോഗികമായി നടപ്പിലാക്കാൻ നമുക്ക് സാധ്യമാകാത്ത കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നോമ്പുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ അതിന്റെ ആത്മീയ തലത്തിലുള്ള കുറേയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കേവലം ശരീരത്തിന് അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കലിന്, വെള്ളം കുടിക്കലിന്, ലൈംഗിക വൃത്തിക്ക്, ഇതിന് മാത്രമല്ല നോമ്പുള്ളത്. ഇതിനെ മാത്രം നിയന്ത്രിച്ചു നിർത്തുകയും പിടിച്ചു നിർത്തുകയും ചെയ്യുന്നതിന്റെ പേരല്ല നോമ്പ് എന്നത് ഈ സന്ദർഭത്തിൽ സവിശേഷമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് കർമ്മശാസ്ത്രപരമായ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പ് നോൽക്കുന്നതിന്റെ കൂടെ തന്നെ ആത്മീയമായ ഒരു ഉപവാസം, ആത്മീയമായ ഒരു നോമ്പ് വ്രതാനുഷ്ഠാനം നമുക്കുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടുന്ന കാര്യമാണ്. കള്ളങ്ങൾ ഉപേക്ഷിക്കാനുള്ള, കള്ളങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ബോധപൂർവമായ ശ്രമം, അതിനുള്ള പരിശീലനം നമുക്ക് റമദാനല്ലാത്ത കാലങ്ങളിലും കള്ളങ്ങൾ പറയാതിരിക്കാനുള്ള, കള്ളങ്ങളുമായി ഇടപഴകി ജീവിക്കാതിരിക്കാനുള്ള, കള്ളങ്ങളോട് സഹകരിക്കാതിരിക്കാനുള്ള, കള്ളങ്ങളോട് അനുഭാവപൂർണമായ സമീപനം പുലർത്താതിരിക്കാനുള്ള, കള്ളങ്ങളോടും വ്യാജങ്ങളോടും അത് ഏറ്റെടുക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാതിരിക്കാനുള്ള, അതിൽ വിശ്വസിക്കാതിരിക്കാനുള്ള, അങ്ങനെ കള്ളങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഊഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളോട് വെറുപ്പും വിദ്വേഷവും വെച്ചു പുലർത്താതിരിക്കാനുള്ള സൂക്ഷ്മത നമുക്കുണ്ടാക്കിയെടുക്കേണ്ടുന്ന കാലമാണ് വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. റമദാനിലെ തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരാൾക്കുണ്ടാകേണ്ടുന്ന സൂക്ഷ്മതയാണ്. ആ സൂക്ഷ്മത ഈ തലങ്ങളിലേക്കൊക്കെ വികസിപ്പിക്കാൻ നമുക്ക് സാധ്യമാകുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ഫലപ്രദമായ നോമ്പായി മാറുന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ തടി കുറയാനുള്ള, ശരീരത്തിലെ ദുർമനസ്സുകൾ അകന്നു പോകാനുള്ള, വെയിറ്റ് കുറയ്ക്കാനുള്ള കേവലം ഒരു ശാരീരിക പ്രക്രിയയായി മാത്രം നമ്മുടെ നോമ്പ് അതപ്പതിച്ചു പോകും. യാ അയ്യുഹല്ലദീന ആമനു എന്ന് വിളിച്ച് വിശ്വാസികളെ പ്രത്യേകം അഭിസംബോധന ചെയ്ത് അള്ളാഹു കൽപ്പിച്ച ഒരു നോമ്പ്, ആ നോമ്പ് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടായിത്തീരാൻ വേണ്ടിയാണ് എന്നാണ് അള്ളാഹു
അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നോമ്പിന്റെ മുന്നൊരുക്കത്തെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്കുണ്ടാകേണ്ടുന്ന ഈമാൻ, ആ ഈമാനാണ് നോമ്പിന്റെ അടിസ്ഥാനം, നോമ്പിന്റെ മുന്നുപാധി എന്നാണ്. ആ ഈമാനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടിയേ പറ്റൂ എന്നും സ്വർഗപ്രവേശം എനിക്ക് ഉറപ്പാക്കിയേ പറ്റൂ എന്നും ഒരാൾ അയാളുടെ സ്വർഗ നരകങ്ങളിലുള്ള വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കുമ്പോൾ മാത്രമാണ് അയാൾക്കൊരു നോമ്പ് നോൽക്കാനുള്ള പ്രാപ്തിയുണ്ടാകുന്നത്, അയാൾക്ക് നോമ്പ് നോൽക്കാനുള്ള അർഹതയും യോഗ്യതയും ഉണ്ടാകുന്നത് ആ വിശ്വാസം രൂഢമൂലമാകുമ്പോൾ മാത്രമാണ്. അങ്ങനെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരാൾ നോമ്പ് നോറ്റു തുടങ്ങിയാൽ അയാൾ എത്തിച്ചേരണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ലക്ഷ്യമാണ് തഖ്വ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ അതീവ സൂക്ഷ്മതയുണ്ടാകും. ആ സൂക്ഷ്മത പ്രധാനമായി അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കാനും അള്ളാഹുവിന്റെ ഹറാമുകളെ, അള്ളാഹുവിന്റെ വിലക്കുകളെ ലംഘിക്കാതിരിക്കാനുമുള്ള സൂക്ഷ്മതയാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ആ സൂക്ഷ്മത എന്ന് പറയുന്നത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളതുപോലെ അത്തഖ്വാ ഹിയ അൻ തജ്അല ബൈനക വ ബൈന അദാബില്ലാഹി ഹാജിസ. തഖ്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നീ നിനക്കും നിന്റെ റബ്ബിന്റെ കോപത്തിനും ശിക്ഷയ്ക്കും ഇടയിൽ ഒരു മതിൽ പണിയലാണ് തഖ്വ എന്ന് പറയുന്നത്. അതാണ് സൂക്ഷ്മതയുടെ, തഖ്വയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അള്ളാന്റെ കോപത്തിൽ പെട്ടുപോകാതിരിക്കാൻ, അള്ളാഹുവിന്റെ അതൃപ്തിയിൽ പെട്ടുപോകാതിരിക്കാൻ, അതുവഴി അള്ളാഹുവിന്റെ ശിക്ഷയിൽ പെട്ടുപോകാതിരിക്കാൻ ഒരാൾ പുലർത്തുന്ന സൂക്ഷ്മതയെ കുറിച്ചാണ് തഖ്വ എന്ന് പറയുന്നത്. ഈ തഖ്വ വളരെ സൂക്ഷ്മമായ തലങ്ങളിലടക്കം, നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന കാര്യങ്ങളിലടക്കം നമ്മുടെ ഈ തഖ്വ ബാധകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള വളരെ സുദീർഘമായ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ എന്താണ് ഇസ്ലാം എന്നും എന്താണ് തഖ്വ എന്നും എന്താണ് ജിഹാദ് എന്നും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്, റസൂൽ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം, അതെല്ലാം പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈകൾ കൊണ്ട്, വിരലുകൾ കൊണ്ട് നാക്കിനെ ഇങ്ങനെ പിടിച്ചിട്ട്, സ്വന്തം നാക്കിനെ ഇങ്ങനെ പിടിച്ചിട്ട് മുആദിനോട് പറഞ്ഞു, മുആദേ, ഇനി ഇപ്പറഞ്ഞ തഖ്വയുടെയും ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ജിഹാദിന്റെയും ഇതിനെയൊക്കെ നിയന്ത്രിച്ചു നിർത്തുന്ന, ഇതിന്റെയൊക്കെ കൺട്രോൾ പാനൽ എന്നുള്ള നിലക്ക് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് പറഞ്ഞാണ് റസൂൽ നാക്ക് പിടിച്ചത്. അപ്പൊ റസൂലിനോട് മുആദ് പറഞ്ഞു, അതേ റസൂലെ, എനിക്ക് പറഞ്ഞു തന്നാലും. അപ്പൊ റസൂൽ പറഞ്ഞു, നീ ഇതിനെ പിടിച്ചു വെച്ചോ, ഈ നാക്കിനെ പിടിച്ചു വെച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തോട് ആ സഹാബി വര്യൻ അത്ഭുതത്തോടുകൂടി ചോദിച്ച ചോദ്യമാണ്, യാ റസൂലല്ലാഹ്, ഹൽ നഹ്നു മുആഖദൂന ബിമാ തക്സിബു അൽസിനതുന. ഞങ്ങളുടെ നാക്കുകൾ കൊയ്യുന്നത് കൊണ്ട് അത് കാരണം ഞങ്ങൾ അള്ളാഹുവിന്റെ അടുത്ത് പിടികൂടപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമോ എന്നാണ് അത്ഭുതത്തോടുകൂടി അദ്ദേഹം ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ ഈ നാക്കുണ്ടാക്കുന്ന, ഈ നാക്ക് കൊയ്തെടുക്കുന്ന തിന്മകൾ, വേണ്ടാത്തരങ്ങൾ, അത് കാരണമായി പിടികൂടപ്പെടുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, നീ എന്താണ് വിചാരിച്ചത്? ആളുകൾ കൂട്ടം കൂട്ടമായി മുഖം കുത്തി നരകത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി തള്ളിയിടുന്നത് അവരുടെ നാക്കല്ലെങ്കിൽ പിന്നീട് മറ്റെന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നാക്കിലുള്ള, വാക്കിലുള്ള, സംസാരത്തിലുള്ള സൂക്ഷ്മത എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ജീവിത സംസ്കരണത്തിന്റെ മാർഗത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാണ് ദീൻ പഠിപ്പിക്കുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും റബീഅ റളിയല്ലാഹു അൻഹും തമ്മിൽ ഉണ്ടായിട്ടുള്ള ചില ഒരു വാക്കേറ്റത്തിന്റെ കഥ ചരിത്ര റിപ്പോർട്ടുകളിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. ഒരു സ്വത്തിന്റെ പേരിലുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധാനന്തര മുതലുകൾ വീതിച്ചതിന്റെ കൂട്ടത്തിൽ യുദ്ധത്തിൽ പിടികൂടപ്പെട്ടിട്ടുള്ള, യുദ്ധത്തിൽ ജയിച്ചടച്ചിട്ടുള്ള ഒരു ഭൂമി അബൂബക്കർ റളിയല്ലാഹു അൻഹു സഹാബികൾക്ക് വീതം വെച്ചതിന്റെ കൂട്ടത്തിൽ അബൂബക്കറിനും റബീഅ റളിയല്ലാഹു അൻഹുവിനും വീതം വെച്ചു കൊടുക്കുകയുണ്ടായി. റബീഅയുടെയും അബൂബക്കറിന്റെയും ഭൂമികൾ അടുത്താണ് കിടക്കുന്നത്. അത് രണ്ടിന്റെയും ഇടയിൽ നടുവിലായി ഒരു ഈത്തപ്പന മരം. ഈ ഈത്തപ്പന മരത്തെ കുറിച്ച് ഒരു സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹും റബീഅ റളിയല്ലാഹു അൻഹുവിനും ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി.
രണ്ടാളും പറഞ്ഞു. ഒരാൾ പറഞ്ഞു അത് എന്റെ ഭൂമി, റസൂൽ എനിക്ക് തന്ന ഭൂമിയിലാണ് അതുള്ളത്. മറ്റേ ആൾ പറഞ്ഞു അതല്ല, ശരിക്കും നോക്കിയും അത് എന്റെ ഭൂമിയിലാണ്. അങ്ങനെ ചെറിയ അസ്വാരസ്യങ്ങൾ മെല്ലെ തുടങ്ങിയതാണ്. അപ്പോ പിശാച് നമ്മെ എങ്ങനെയാണ് അപകടകരമായ വർത്തമാനങ്ങളിലേക്ക്, നരകത്തിൽ മുഖം കുത്തി വീഴ്ത്തുന്ന വർത്തമാനങ്ങളിലേക്കും വ്യാജങ്ങളിലേക്കും അല്ലെങ്കിൽ അങ്ങനെ അള്ളാന്റെ കോപം വിളിച്ചു വരുത്തുന്ന, ശിക്ഷ വിളിച്ചു വരുത്തുന്ന സംസാരങ്ങളിലേക്ക് നയിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണത്. അപ്പോ അങ്ങനെ സംസാരമുണ്ടായി. ഒടുവിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു. ഒരു വാക്ക് ഉപയോഗിച്ചു സംസാരത്തിൽ. ആ വാക്ക് അങ്ങനെ നെറികെട്ട വാക്കൊന്നുമല്ല. പക്ഷെ ആ വാക്ക് കേട്ടിട്ട്, ആ വർത്തമാനം കേട്ടിട്ട് റബീഅ റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ വിഷമമുണ്ടായി. അദ്ദേഹത്തിന്റെ മുഖത്തത് പ്രകടമായി. റബീഅയുടെ മുഖത്ത് ആ വെറുപ്പ്, താൻ പറഞ്ഞത് ഇഷ്ടപ്പെടാതെ റബീഅയുടെ മുഖത്ത് വെറുപ്പ് പ്രകടമായത്, അസ്വസ്ഥത പ്രകടമായത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചു. അബൂബക്കർ റബീഅയുടെ അടുത്ത് ചെന്നു. പിന്നെ സ്വത്തുമില്ല, ഈത്തപ്പഴവുമില്ല, ഈത്തപ്പനയുമില്ല, ഭൂമിയുമില്ല, തർക്കങ്ങളൊക്കെ മാറി. വിഷയം വേറെ ഒന്നായി മാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റബീഅയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ നീ എന്നോടും തിരിച്ചു പറയണം. അങ്ങനെ ഖിസാസ് നടപ്പിലാണ്, എന്നിട്ട് അത് ഇവിടെ തന്നെ തീരണം, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോ നെറികെട്ട ഒരു വാക്കുമല്ല ആ പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അബൂബക്കർ റളിയല്ലാഹു അൻഹു തിരിച്ചു പറയാൻ ആവശ്യപ്പെടുകയില്ല. പക്ഷെ റബീഅ പറഞ്ഞു, അബൂബക്കറെ, താങ്കളെപ്പോലെ ഒരാളോട് ഞാൻ ഒരിക്കലും നിങ്ങൾ എന്നോട് പറഞ്ഞതുപോലെ വിഷമിപ്പിക്കുന്ന ഒരു വാക്ക് ഞാൻ തിരിച്ചു പറയുകയില്ല എന്ന് റബീഅ വാശി പിടിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് എന്തായാലും ഇതിന് പ്രതിക്രിയ ചെയ്യപ്പെട്ട് ഇതിന്റെ ഭാരം ഈ ഭൂമിയിൽ വെച്ച് ഒഴിയൽ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അപ്പൊ അബൂബക്കർ അവസാനം റബീഅയോട് പറഞ്ഞു, നീ തിരിച്ചു പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ റസൂലിനോട് പരാതി പറയും എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. റബീഅ അപ്പോഴും പറഞ്ഞു, അബൂബക്കറെ, താങ്കളെപ്പോലെ ഉന്നതനായ ഒരാളോട് എനിക്കങ്ങനെ തിരിച്ചു പറയാൻ കഴിയില്ല. താങ്കളെപ്പോലെ ഒരാളോട് ഞാൻ നല്ലതല്ലാത്തതൊന്നും പറയുകയില്ല എന്ന് റബീഅ റളിയല്ലാഹു അൻഹു തീർത്തു പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്തേക്ക് പോയി. പിന്നാലെ റബീഅ റളിയല്ലാഹു അൻഹു പോയി. അപ്പൊ റബീഅയുടെ കൂടെ കുറെ ആളുകൾ കൂടി, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ, അദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ആളുകൾ. അവരൊക്കെ റബീഅയ്ക്ക് ധൈര്യം കൊടുത്തു, നിങ്ങൾ പേടിക്കണ്ട, അദ്ദേഹമല്ലേ വേണ്ടാത്തത് ഇങ്ങോട്ട് പറഞ്ഞത്, എന്നിട്ട് അദ്ദേഹം തന്നെ പരാതി പറയാൻ പോവാണോ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്, റസൂലിനോട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞു. റബീഅ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, അല്ല മനുഷ്യന്മാരെ, ആ പോകുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ പോകുന്നത് അബൂബക്കർ സിദ്ദീഖാണ്. അല്ലാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹിജ്റയുടെ വേളയിൽ അനുഗമിക്കുകയും അങ്ങനെ ഖുർആനിൽ പരാമർശിക്കപ്പെടുകയും ചെയ്ത അബൂബക്കറാണ് പോകുന്നത്. നിങ്ങളുടെ ആരുടെയും ഒരു സഹായം എനിക്ക് ആവശ്യമില്ല. ഞാൻ അബൂബക്കറിനെ പിന്തുടർന്ന് റസൂലിന്റെ അടുത്തേക്ക് പോവുകയാണ്. നിങ്ങളൊക്കെ പിരിഞ്ഞു പോയിക്കോളി, എനിക്ക് നിങ്ങളുടെ ഒരു സഹായം ആവശ്യമില്ല. അബൂബക്കർ എങ്ങാനും തിരിഞ്ഞു നോക്കി നിങ്ങൾ എന്റെ കൂടെ കൂടിയത് കണ്ടാൽ അബൂബക്കറിന് വേദനിക്കും, കോപം വരും. അബൂബക്കർ കോപപ്പെട്ടാൽ റസൂൽ കോപപ്പെടും, റസൂൽ കോപിച്ചാൽ അള്ളാഹു കോപിക്കും. അതോടുകൂടി ഈ റബീഅ നശിച്ചു പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ഒന്നും സഹായം എനിക്ക് ആവശ്യമില്ല. റബീഅ അബൂബക്കറിന്റെ പിന്നാലെ റസൂലിന്റെ അടുത്തേക്ക് പോയി. അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂലിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. റസൂൽ ഇങ്ങനെയൊക്കെ ഉണ്ടായി. അവസാനം ഞാൻ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് റബീഅയോട് ഞാൻ പറഞ്ഞതുപോലെ തിരിച്ചെന്നോട് പറയാൻ പറഞ്ഞിട്ട് അവൻ സമ്മതിക്കുന്നില്ല എന്ന് പരാതിപ്പെട്ടു. റബീഅ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് കാര്യങ്ങൾ തിരക്കി. എന്താണ് നിനക്കും അബൂബക്കറിനിടയിൽ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പൊ റബീഅ ഉണ്ടായ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് പറഞ്ഞു. എന്നിട്ട് റബീഅ പറഞ്ഞു, അദ്ദേഹം എന്നോട് അങ്ങനെ പറഞ്ഞു, അതെന്നെ വേദനിപ്പിച്ചു എന്നത് ശരിയാണ്, പക്ഷേ ഞാൻ അതേപോലെ തിരിച്ച് അദ്ദേഹത്തോടും പറയണമെന്നാണ് അദ്ദേഹം വാശി പിടിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലേ, അബൂബക്കറിനെ പോലെ ഒരാളോട് എനിക്കങ്ങനെ ഒരു വാക്ക് തിരിച്ചു പറയാൻ, അങ്ങനെ വിഷമിപ്പിക്കുന്ന ഒരു വർത്തമാനം തിരിച്ചു പറയാൻ കഴിയില്ല എന്ന് റബീഅ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഅയോട് പറഞ്ഞു, റബീഅേ, നീ പറഞ്ഞത് തന്നെയാണ് ശരി. നീ തിരിച്ച് അബൂബക്കറിനോട് അങ്ങനെ തിരിച്ചു വിഷമിപ്പിക്കുന്ന വചനങ്ങളൊന്നും പറയേണ്ടതില്ല. അതേ സമയത്ത് നീ അബൂബക്കറിന്റെ അടുത്ത് ചെന്നിട്ട്
ചെന്നിട്ട് ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ താങ്കൾക്ക് അല്ലാഹു പുറത്തു തരട്ടെ എന്നൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. റസൂലിന്റെ സന്നിധിയിൽ റബീഅ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് നടന്നെടുത്തു. അബൂബക്കർ റളിയല്ലാഹു അൻഹു കൈകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് റബീഅ റളിയല്ലാഹു അൻഹു ഗഫറല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കറെ അല്ലാഹു താങ്കൾക്ക് പുറത്തു തരട്ടെ എന്ന് പ്രാർത്ഥിച്ചു. റസൂലിന്റെ സദസ്സിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ സദസ്സിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചുപോയെന്നാണ് ചരിത്രം. നാവിൽ നിന്ന് പുറപ്പെട്ടു പോയ ഒരു വാക്ക്, ആ വാക്ക് എന്താണെന്ന് ഹദീസുകളിൽ വന്നിട്ടില്ല, ചരിത്രം രേഖപ്പെടുത്തിയെടുത്ത് വന്നിട്ടില്ല. റബീഅ റളിയല്ലാഹു അൻഹു അബൂബക്കർ എന്താണ് പറഞ്ഞതെന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ആ ഒരു വാക്ക് പുറപ്പെട്ടു പോയതിന്റെ പേരിൽ അത് തന്റെ സഹോദരനെ ഉറപ്പാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് ഫാഹിഷായ വൃത്തികെട്ട ഒരു വർത്തമാനവും വരികയില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ തന്റെ നാക്കിൽ നിന്ന് പുറപ്പെട്ടു പോയ ഒരു വർത്തമാനം തന്റെ സഹോദരനെ വേദനിപ്പിച്ചിരിക്കുന്നു. അവന്റെ മുഖം വിവർണമാകാൻ, അവന്റെ മുഖത്ത് അതിന്റെ വിഷമം പ്രകടമാകാൻ അത് കാരണമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് അതിൽ പുറത്തു കിട്ടിയിരിക്കുന്നു, തനിക്ക് പുറത്തു കിട്ടിയിരിക്കുന്നു എന്നുറപ്പാക്കും വരെ അതൊരു വലിയ വിഷയമാക്കിയെടുത്ത് അതിന്റെ പിന്നാലെ കൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് നമ്മുടെ മാതൃക. അബൂബക്കറിനെ പോലെ ഒരാളോട് തിരിച്ച് വിഷമിപ്പിക്കുന്ന ഒരു വർത്തമാനവും മര്യാദ കേടുണ്ടാക്കുന്ന ഒരു വർത്തമാനവും പറയുകയില്ലെന്ന് വാശി പിടിച്ച റബീഅ റളിയല്ലാഹു അൻഹു ആണ് നമ്മുടെ മാതൃക. നാക്കിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന വാക്കുകൾ അതത്ര പ്രധാനമാണ്. അത് നമ്മുടെ സ്വർഗ്ഗ നരകങ്ങൾ തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ, തഖ്വ ഉപദേശിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പല കാര്യങ്ങളും വിശുദ്ധ ഖുർആനിൽ ഉപദേശിക്കുന്നുണ്ട്. ഗൗരവപ്പെട്ടതും അല്ലാത്തതുമായ തഖ്വ കൊണ്ട് ഉപദേശിച്ചതിന് ശേഷം ഒരു കാര്യത്തെ കുറിച്ച് അല്ലാഹു ആഹ്വാനം നടത്തുന്നു എന്നത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ തഖ്വയുള്ളവരാകണം എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ അടുത്ത വചനം വഖൂലൂ ഖൗലൻ സദീദാ, അതുകൊണ്ട് നിങ്ങൾ നേരായ ചൊവ്വായ വാക്കുകൾ പറയണം, ചൊവ്വായ സംസാരം നടത്തണം എന്നതാണ്. അപ്പോ ജീവിതത്തിലെ റമദാൻ മാസത്തിലെ നമ്മുടെ സൂക്ഷ്മത, നമ്മുടെ സംസാരത്തിലെ സൂക്ഷ്മത കൂടി ഉറപ്പുവരുത്താനുള്ളതാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അത് റസൂലിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വ്യാജങ്ങൾ ഉപേക്ഷിക്കാതെ, അത് ഓഫ്ലൈനിലായാലും ഓൺലൈനിലാണെങ്കിലും കള്ളങ്ങളും വ്യാജങ്ങളും പറയുന്നതും അതിനെ ഉണ്ടാക്കുന്നതും അതിനെ പ്രചരിപ്പിക്കുന്നതും അതിനെ വിശ്വസിക്കുന്നതും അത് വിശ്വാസത്തിലെടുത്ത് ഊഹങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും ഒക്കെ നമുക്ക് പാപമുണ്ട്, നമുക്ക് കുറ്റമുണ്ട് എന്ന് തിരിച്ചറിയണം. അതൊക്കെ നമ്മുടെ നോമ്പിനെ ബാധിക്കുന്നുണ്ട്. നീ നോമ്പ് നോൽക്കുമ്പോൾ നിന്റെ വായക്ക് നോമ്പുള്ളതുപോലെ തന്നെ നിന്റെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങൾക്കും, കണ്ണിനും കാതിനും എല്ലാറ്റിനും നോമ്പുണ്ട് എന്ന് നീ മനസ്സിലാക്കണമെന്ന് മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു നിർദ്ദേശിച്ചതുപോലെ നോമ്പിനെ കാണാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ നോമ്പിൽ ഉണ്ടാകേണ്ടുന്ന തഖ്വയുടെ ഭാഗമായി, നോമ്പിലൂടെ സാധ്യമാക്കേണ്ടുന്ന ആത്മസംസ്കരണത്തിന്റെ, ജീവിത സംസ്കരണത്തിന്റെ ഭാഗമായി ഏറ്റവും പ്രധാനമായി നമ്മൾ മുഖവിലക്കെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ സംസാരത്തിലുള്ള സൂക്ഷ്മത എന്ന് പറയുന്നത്. ഈ നാക്കുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് പരിശുദ്ധ വാക്യം ഉച്ചരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ മുഅ്മിനാകുന്നത്, നമ്മൾ മുസ്ലിമാകുന്നത്. അങ്ങനെ നമ്മൾ ഉച്ചരിച്ചിട്ടുള്ള ആ കലിമത്തു തൗഹീദ്, ഈ നാക്കിലൂടെ ഉച്ചരിച്ചിട്ടുള്ള ഹംദുകൾ, ഈ നാക്കിലൂടെ ഉച്ചരിച്ചിട്ടുള്ള തസ്ബീഹുകൾ, തഹ്ലീലുകൾ, തക്ബീറുകൾ, ദൈവസ്മരണ നിലനിർത്തുന്ന ധാരാളക്കണക്കായ വചനങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ മീസാനിന്റെ കനം കൂട്ടുന്നതെങ്കിൽ അപ്പുറത്ത് ഈ മീസാനിന്റെ സൽക്കർമ്മങ്ങളുടെ കനം കുറക്കുന്ന വചനങ്ങൾ ഇപ്പുറത്ത് ഈ നാക്കിൽ നിന്ന് തന്നെയാണ് പുറത്തു വരിക എന്ന ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. അതിൽ സൂക്ഷ്മതയുണ്ടാകണം. അതുകൊണ്ട് നാക്കിനെയും മുഖ്യാവയവത്തെയും നിങ്ങൾ സൂക്ഷിക്കുമെന്ന് ഉറപ്പു തന്നാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം ഉറപ്പു തരുന്നു
എടുക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഗുഹ്യഭാഗത്തിന്റെ സംരക്ഷണത്തിന്റെ ഗൗരവം നമുക്ക് പലപ്പോഴും അറിയുന്നതാണ്. അതേസമയത്ത് നാക്കിനെ സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പലപ്പോഴും നമ്മൾ മറന്നുപോകുന്നു. ആ മറവിയിൽ നമ്മെ ഓർമ്മപ്പെടുത്താനുള്ള, നമുക്ക് ആ സൂക്ഷ്മത പഠിപ്പിച്ചു തരാനുള്ള സന്ദർഭം കൂടിയാണ് റമദാൻ മാസം എന്ന് നമ്മൾ തിരിച്ചറിയുക. അക്കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാവുക. നല്ലത് പറയുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക എന്നത് ഈമാനുള്ളവർക്ക് പറഞ്ഞ പണിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നോമ്പ് നമ്മെ ആ അർത്ഥത്തിൽ കൂടി തഖ്വ പരിശീലിപ്പിക്കാൻ സഹായകമായി തീരുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. ربنا تقبل منا صيامنا وقيامنا وصالح أعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اغفر لنا ولآبائنا ولأمهاتنا رب ارحمهم كما ربونا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم ارحمنا يا أرحم الراحمين. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم عتقنا من النار وأدخلنا الجنة يا رب العالمين. اللهم إنك عفو كريم تحب العفو فاعف عنا. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. اللهم انصر إخواننا المجاهدين في سبيلك في كل مكان في العالم يا رب العالمين يا أرحم الراحمين يا عزيز يا جبار. اللهم انصر إخواننا في غزة. اللهم انصر إخواننا المجاهدين في غزة. اللهم انصر إخواننا المظلومين المضطهدين في الضفة الغربية. اللهم انصرهم أجمعين واهزم أعداءهم أجمعين. اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. الله أكبر الله أكبر.